ഈ രാജ്യത്തിൻ്റെ ഒരു 1000 കൊല്ലത്തൊരു ചരിത്രം അല്ലെങ്കിൽ 2000 കൊല്ലത്തൊരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആര്യാവർത്തവും വേദിക് കാലഘട്ടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള ആ വേദോപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇത് മുഴുവൻ പരിശോധിച്ചാൽ പോലും ഇത്തരത്തിൽ ഈ ഗവർണർ ഇവിടെ സ്ഥാപിച്ച അല്ലെങ്കിൽ RSSകാർ അവരുടെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഇത്തരത്തിലൊരു ഭാരതാംബയുടെ ചിത്രം ഈ ഹൈന്ദവ ദർശനങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇത് 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തങ്ങളുടെ ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ അടയാളമായിട്ട് RSSകാർ ബോധപൂർവം മുന്നോട്ട് കൊണ്ടുവന്ന ഒന്നാണ്. അതിനകത്ത് തന്നെ അക്കാലത്തെ ഹിന്ദു കൾട്ടുകളിൽ നിന്ന് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഇന്ത്യ കണ്ടെത്തലിൻ്റെ വിശകലനങ്ങളും അതിൻ്റെ നിരീക്ഷണങ്ങളൊക്കെ ആയിട്ട് വന്ന പഠന ഗ്രന്ഥങ്ങളിൽ നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഒരിക്കലും ഈ സന്യാസം എന്നത് ഹിന്ദുധർമ്മം അനുസരിച്ചൊരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. സന്യാസത്തിൻ്റെയും ആത്മീയതയുടെയും ചിഹ്നമാണ് അല്ലെങ്കിൽ കൊടിയടയാളമാണ് കാവിക്കൊടി. ആ കൊടി ഒരു സ്ത്രീ ഏന്തുക എന്നതിലെ വൈരുദ്ധ്യമൊക്കെ അന്നത്തെ പല ഹിന്ദു പണ്ഡിതന്മാരും പുരോഹിതരും ഒക്കെ അക്കാലത്ത് സൂചിപ്പിച്ചതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു വിവാദപരമായ ഒന്നിനെയാണ് ഇവിടെ നമ്മുടെ ഗവർണർ ഇവിടെ സാമാന്യവൽക്കരിച്ച് ഒളിച്ചു കടത്താനായിട്ട് ശ്രമിച്ചു വരുന്നത്. അദ്ദേഹം എത്രത്തോളം ചെറുതാവുകയാണ് എന്ന് അദ്ദേഹം അറിയുന്നില്ലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് ആ കാര്യത്തിൽ എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. രണ്ടാമതായിട്ട് ഇവിടെ ശശി തരൂരിനെ കടത്താത്തതിൻ്റെ ഒരു ന്യായമൊക്കെ ആയിട്ട് BJPയുടെ സ്നേഹിതം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഈ രാജ്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ ഭഗത് സിംഗിൻ്റെ മുദ്രാവാക്യമായിരുന്നു ഇൻക്വിലാബ് സിന്ദാബാദ്. അത് കൊണ്ടുവന്നത് ഹസ്രത്ത് മൊഹാനി ആയിരുന്നു. അതുപോലെ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുദ്രാവാക്യമായിരുന്നു. അത് കൊണ്ടുവന്നത് അഷ്ഫാഖുല്ല ഖാനാണ്. അതുപോലെ തന്നെ ആസാദി സിന്ദാബാദ് എന്ന് വിളിച്ച ഖാൻ അബ്ദുൽ ഖാദർ ഖാഫർ ഖാനുണ്ട്, അതിർത്തി ഗാന്ധി. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഏകതാ സിന്ദാബാദ് എന്ന് വിളിച്ച മൗലാന ആസാദ് ഉണ്ട്. അതുപോലെ തന്നെ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയ ഹസൻ സൈനുൽ ആബിദ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പതാകയ്ക്ക് രൂപകൽപ്പന നൽകിയ സുരയ്യ ത്വയാബ്ജി ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനുഷ്യന്മാർ ചേർന്ന മുദ്രാവാക്യങ്ങളുടെയും പ്രയത്നങ്ങളുടെയും ചോരയുടെയൊക്കെ ഫലമാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. അവിടെ എവിടെയും ഒരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ലാത്ത പ്രതിലോമ ശക്തികളായിരുന്നു RSSകാർ. അതൊന്ന് BJPയുടെ സ്നേഹിതൻ ഓർക്കണം. കാരണം ഈ രാജ്യത്ത് ആദ്യമായിട്ട് ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് 937 ഹിന്ദു മഹാസഭയുടെ 19ാമത് സമ്മേളനം അഹമ്മദാബാദിൽ നടന്നപ്പോൾ അവിടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട VD സവർക്കറായിരുന്നു. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് 39-ലാണ് ജിന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞത്. അതും കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് 940 ലാഹോറിലെ സർവേന്ത്യ മുസ്ലിം ലീഗ് സമ്മേളന പ്രമേയത്തിലാണ് ആദ്യമായിട്ട് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന പ്രമേയം പാസ്സായത്. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പ് ഈ പ്രതിലോമകാരികളെ പ്രതിനിധീകരിച്ചിരുന്ന ഒരു പശ്ചാത്തലം RSSനുണ്ട്. സമാനമായിട്ട് 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആ കാലത്ത് കോൺഗ്രസ് അധികാരം വിട്ടൊഴിഞ്ഞ് പ്രവിശ്യ ഭരണകൂടങ്ങളൊക്കെ അനാഥമാവുന്ന ഘട്ടം വന്നപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ കൂടെ ബംഗാളിൽ ഫസലുൽ ഹക്കിൻ്റെ കൂടെ, പഞ്ചാബിൽ ലിയാഖത്ത് അലി ഖാൻ്റെ കൂടെ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസിൽ ചൗധരി ഇഫ്തിഖാറുദ്ദീൻ ഖാൻ്റെയൊക്കെ കൂടെ അധികാരം പങ്കിട്ടവരായിരുന്നു ഈ ഹിന്ദു മഹാസഭക്കാർ. അവർക്കൊന്നും ഈ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായൊരു കാലഘട്ടത്തിലും ചരിത്രത്തിലും പൈതൃകത്തിലും ഒരു പങ്കുമില്ല. അവരിത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികളുമായിട്ട് കാലം മുന്നോട്ട് പോകുമ്പോൾ ആളുകളുടെ മറവി മുതലെടുത്ത് ഇന്നുള്ള അധികാര രാഷ്ട്രീയത്തിൻ്റെ പേശീബലം മുതലെടുത്ത് അവരിത്തരത്തിലുള്ള ഒരു ആഖ്യായികകളുമായി മുന്നോട്ട് വരുമ്പോൾ ചരിത്രം അവരെ നോക്കി കൊഞ്ഞനം കുത്തും. അതുകൊണ്ട് നിങ്ങൾ ഈ മതം നോക്കി ആളുകളെ തീവ്രവാദിയും വർഗീയവാദിയും ഒക്കെ ആക്കിയിട്ട് അതിന് പറ്റുന്ന കഥകളൊക്കെ മെനഞ്ഞ് മലപ്പുറത്തേക്ക് നിങ്ങളെ കെട്ടിയെഴുന്നേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ബ്രിട്ടീഷ് വിരുദ്ധതയ്ക്ക് മുന്നിൽ രക്തം കൊടുത്ത പ്രദേശങ്ങളിലൊന്നാണ് ഇന്നത്തെ മലപ്പുറം ജില്ലയ്ക്ക് അടങ്ങുന്ന പ്രദേശങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങൾ ദേശാഭിമാനം പഠിപ്പിക്കേണ്ട, നിങ്ങൾ ഞങ്ങളെ തീവ്രവാദികളാക്കിയിട്ട് വോട്ടിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ വർഗീയ ചിന്തകളുടെ പ്രതിഫലനങ്ങളും ഒന്നും ഇവിടെ കെട്ടഴിച്ച് വിടേണ്ട കാര്യമില്ല. അതിനോടൊക്കെ പുച്ഛത്തോടെ മാറ്റി നിർത്തുക എന്നല്ലാതെ അതേ ന്യായത്തിൽ പ്രതികരിക്കുക വയ്യ എന്നുള്ളത് കൊണ്ട് ഞാനത് വിടുകയാണ്. അതുകൊണ്ട് അഭിലാഷേ, ഇതൊക്കെയാണ് RSSനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് പ്രത്യേകിച്ചൊരു അടിസ്ഥാനമോ എന്തെങ്കിലും തരത്തിലുള്ള പൈതൃകമോ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശ്രേയസ്കരമായ ഒരു ഘട്ടങ്ങളിലും പറയാനില്ലാത്തത് കൊണ്ട് വ്യാജ നിർമ്മിതികളായിട്ട് അവർ വരികയാണ്. ഇത് വളരെ ഗൗരവതരമായിട്ട്
കാണേണ്ട ഈ രാജ്യത്തിൻ്റെ ഒരു ആശയപരമായ ഒരു സബര്യയുമായി ബന്ധപ്പെട്ട വലിയൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയം ഇതിനെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ജനാധിപത്യം ഇതിൽ അടിയന്തരമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ശരി.